ഹലോ. ഇന്ന് ഞാൻ 3 പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. 3ഉം ഒരു ഓഥറിൻ്റെ തന്നെയാണ്. ഡോക്ടർ ബി. ഉമാദത്തൻ എന്ന കേരളത്തിലെ ആദ്യത്തെ മെഡിക്കോ ലീഗൽ അഡ്വൈസർ ആയിരുന്ന ഫോറൻസിക് സർജൻ. അദ്ദേഹം വളരെ പ്രശസ്തമായ പല കേസുകളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളെല്ലാം ഇന്നും സുപരിചിതമായിട്ടുള്ള സുകുമാരക്കുറുപ്പ് കേസ്. സുകുമാരക്കുറുപ്പിൽ അത് ചാക്കോ വധക്കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചാക്കോയുടെ കത്തിക്കരിഞ്ഞ ബോഡി, കാറിൽ നിന്ന് കണ്ടെടുത്ത കത്തിക്കരിഞ്ഞ ബോഡി അത് സുകുമാരക്കുറുപ്പിൻ്റെ അല്ല എന്ന് സ്ഥിരീകരിച്ചതും മറ്റും ഈ ഡോക്ടർ ബി. ഉമാദത്തനാണ്. അതുപോലെ തന്നെ മരണം എങ്ങനെയാണ് നടന്നതെന്നും മറ്റും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും ആ കേസിൻ്റെ വഴി തിരിച്ചുവിടുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫോറൻസിക് ഓട്ടോപ്സിയും മറ്റും കൊണ്ടാണ്. അതുകൂടാതെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള പോളക്കുളം പീതാംബരൻ കേസ് ഒരുപക്ഷെ ഇന്നത്തെ ആളുകൾക്ക് അറിയില്ലെങ്കിലും ആ കേസിൻ്റെ പേര് വെച്ച് നമുക്കറിയില്ലെങ്കിലും ആ കേസ് നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതാണ് CBI ഡയറിക്കുറിപ്പിൽ CBI, അതായത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജഗതിയും കൂടെ ചേർന്നൊരു ഡമ്മി ടെസ്റ്റ് നടത്തുന്ന ആ ഒരു ടെസ്റ്റ് ശരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് നടത്തപ്പെട്ടത് ഈ പോളക്കുളം പീതാംബരൻ കേസിലാണ്. അതായത് പീതാംബരൻ എന്നൊരു വ്യക്തി, അയാൾ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയുണ്ടായി. അത് മരിച്ചത് അദ്ദേഹം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ, അതായത് ആരെങ്കിലും എടുത്തെറിഞ്ഞതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി, ആ ബോഡി എത്ര ദൂരം ചെന്ന് വീഴും എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു ഡമ്മി ടെസ്റ്റ് അന്ന് CBI നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അത് വലിയൊരു ചർച്ചയായിരുന്നു. അപ്പോൾ ആ സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു CBI ഡയറിക്കുറിപ്പിൽ ആ ഒരു ഡമ്മി ടെസ്റ്റൊക്കെ വന്നത്. അത് നമുക്ക് ഇന്നും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വളരെയധികം ഇന്നും വളരെ പ്രശസ്തമാണ് ആ ഒരു കാര്യം. അപ്പോൾ ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതും അതിൻ്റെ ഫോറൻസിക് ഓട്ടോപ്സി മറ്റും നടത്തുകയും മറ്റും ചെയ്തത് ശ്രീ ഉമാദത്തൻ സാറാണ്. അതിനുശേഷം അദ്ദേഹം പാനൂർ സോമൻ കേസ് എന്ന വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസ്, അതായത് ഒരു SI പാനൂർ SI ആയിരുന്ന സോമൻ, ആ സോമൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. അപ്പോൾ അത് ആത്മഹത്യ ചെയ്തതാണോ കൊലപാതകമാണോ എന്നതിൽ വലിയൊരു പ്രശ്നം, അതായത് കൂടെ ഉണ്ടായിരുന്ന ചില പോലീസുകാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ആ കേസിൻ്റെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് ഡോക്ടർ ബി. ഉമാദത്തൻ സാറാണ്. അദ്ദേഹം അത് സംബന്ധിച്ച് ചില അഡ്വൈസുകൾ കൊടുക്കുകയുണ്ടായി ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട. ആ ഒരു കേസും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇരട്ട എന്ന ഒരു ജോജു ജോർജിൻ്റെ ഒരു സിനിമയിൽ ഇതുമായിട്ട് ഈ ഒരു ബന്ധപ്പെട്ട, അതായത് SI ഒരു സ്റ്റേഷനിൽ വെച്ച് മരിക്കുന്ന ആ ഒരു സംഭവം അത് ഈ പാനൂർ സോമൻ കേസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില കൺസൾട്ടേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൂടാതെ ഇത് മൂന്നുമാണ് വളരെ പ്രമാദമായ കേസുകൾ. അത് അല്ലാതെ തന്നെ വളരെ പ്രശസ്തമായ പല കേസുകളിലും ആ ഒരു കാലഘട്ടത്തിലെ വളരെ യുണീക്കായിട്ടുള്ള പല കേസുകൾ, പലതും നമ്മളൊരു പക്ഷേ കേരളത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലൊരു കേസ് ഉണ്ടാകുന്നത്. അതായത് ഉദാഹരണത്തിന് ഏവിയേഷൻ ഫ്യൂവൽ ഉപയോഗിച്ച് കുറേ ആളുകളെ കൊലപ്പെടുത്തിയത്, റൂമിൽ തീയിട്ട് കൊലപ്പെടുത്തുക ഏവിയേഷൻ ഫ്യൂവൽ ഉപയോഗിച്ചു. അത് വളരെ യൂണീക്കായിട്ടൊരു കേസാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു വ്യക്തി ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ കേരളത്തിൽ വന്ന് ഒരു കൊലപാതകം നടത്തിയിട്ട് തിരിച്ചു പോയത്. അത് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നടത്താൻ പറ്റുമോ എന്നതും മറ്റും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും മറ്റും ചെയ്ത ആ പോലീസ് ടീമിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ജസ്റ്റ് ഒരു ഫോറൻസിക് സർജനെ പോലെ വെറുതെ സൈറ്റിൽ വന്ന് ഓട്ടോപ്സി ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കൺസൾട്ടേഷൻ ചെയ്ത് അതിനുള്ള റിപ്പോർട്ട് കൊടുക്കുകയും മാത്രമല്ല, പോലീസുകാരുടെ കൂടെ ഈ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സഞ്ചരിച്ച് തെളിവെടുപ്പിലും മറ്റും സഞ്ചരിക്കുകയും പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലുമൊക്കെ പാർട്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ശരിക്കും കുറ്റാന്വേഷണത്തോട് പ്രത്യേകമായ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ യൂണീക്കായിട്ടുള്ള ഒരു കേസുണ്ട്. അതായത് ഒരേ ഒരു അടയാളം മരണരഹസ്യം. അതായത് ഒരു വ്യക്തിയെ, ഒരു കേരളത്തിലൊരു കച്ചവടക്കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഒരു കേസ്. പക്ഷെ അത് അയാൾ ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്ന് മരിക്കുകയായിരുന്നു എന്ന രീതിയിൽ കേസ് പോയപ്പോൾ യഥാർത്ഥത്തിൽ വെടികൊണ്ടാണ് മരിച്ചത് എന്ന് കണ്ടുപിടിക്കുകയും ആ ബുള്ളറ്റ് മൃതശരീരത്തിൽ നിന്ന് കണ്ടെടുക്കാൻ വേണ്ടി മെറ്റൽ ഡിറ്റക്ടറും മറ്റും യൂസ് ചെയ്യുകയും ചെയ്ത വളരെ യുണീക്കായിട്ടുള്ളൊരു കേസാണ്. അതും ഈ ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ തുടങ്ങിയ പല യുണീക്കായിട്ടുള്ള കേസുകളും വിവരിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇതൊരു ട്രൂ ക്രൈം പുസ്തകമാണെങ്കിലും ഇതൊരു വളരെ രസകരമായിട്ടുള്ള ഉദ്വേഗജനകമായിട്ടുള്ള ഒരു ക്രൈം നോവൽ വായിച്ചു പോകുന്നത് പോലെ അത്ര രസത്തോടെ നമുക്ക് വായിച്ചു പോകാം. അതുപോലത്തെ ഒരു പുസ്തകമാണ് ഈ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ തന്നെ 2 പുസ്തകങ്ങളും കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അതിൽ ഒന്നാണ് ക്രൈം കേരളം. ഈ ക്രൈം കേരളം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസിൻ്റെ ചരിത്രമാണ്. രാജഭരണത്തിൻ്റെ കാലത്ത് മറ്റും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള, തിരുവിതാംകൂറിലും മറ്റും ഫോം ചെയ്തിട്ടുള്ള പോലീസ് പിന്നീട് എങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം എങ്ങനെ ഒരു പോലീസ് ഫോഴ്സ് രൂപപ്പെടുകയും ഇന്നത്തെ ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്തത് എങ്ങനെയാണ് എന്നത് വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നല്ല ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് ക്രൈം കേരളം.
ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകമായിട്ടുള്ളതാണ് കപാലം. ഈ കപാലം എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് ഇറങ്ങിയത്. ഇതൊരു ഫിക്ഷണലൈസ്ഡ് അക്കൗണ്ട് പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പല കേസുകളെയും ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫിക്ഷണലൈസ്ഡ് അക്കൗണ്ട്. ഇതിലൊരു ഫിക്ഷണൽ ഫോറൻസിക് സർജൻ, ഒരുപക്ഷെ അദ്ദേഹത്തെ തന്നെ മോഡൽ ചെയ്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ഫിക്ഷണൽ ഫോറൻസിക് സർജൻ, ആ ഫോറൻസിക് സർജനും അയാളുടെ സുഹൃത്തായിട്ടുള്ള കുറച്ചുകൂടെ ചെറുപ്പമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറും കൂടി ചേർന്നുകൊണ്ട് പല യുണീക്കായിട്ടുള്ള വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കേസുകളും തെളിയിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ അധികം കേസുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നല്ല രസകരമായ ഒരു ഫിക്ഷൻ പുസ്തകമാണ് ഈ കപാലം. അപ്പോൾ ട്രൂ ക്രൈം ഇഷ്ടമുള്ള ആളുകൾക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഈ രണ്ടും. അതായത് ഒരു ഫോറൻസിക് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകളും കപാലവും. ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു വായനാനുഭവം തരും. കൂടാതെ റെഫറൻസ് മാതൃകയിലുള്ള പുസ്തകങ്ങൾ, അതായത് കേരളത്തിലെ പോലീസിൻ്റെ ചരിത്രത്തെ പറ്റിയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ക്രൈം കേരളം എന്ന പുസ്തകവും നല്ലൊരു റെഫറൻസ് ഗ്രന്ഥമാണ്.